ഓം സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല ദർശനത്തിൻ്റെ ദർശനതത്വം എന്തെന്നാൽ, അയ്യപ്പ ഭക്തന്മാരുടെ കറുത്ത വേഷം ജീവിത വിരക്തിയെയും ശരണം വിളി ആത്മീയ ജീവിതചര്യയെയും കാണിക്കുന്നു. ഇരുമുടിക്കെട്ടിൻ്റെ മുൻവശം തീർത്ഥാടന മാർഗത്തെയും പിൻവശം ജീവിത പ്രാരാബ്ധത്തെയും സൂചിപ്പിക്കുന്നു. 18 തട്ടുകളാകുന്ന 18 പടികൾ ജ്ഞാനം, അജ്ഞാനം, ത്രിഗുണങ്ങൾ, സാത്വികം, രാജസം, താമസം, അഷ്ടരാഗങ്ങൾ, കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, തത്വം, അഹങ്കാരം, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, കാത്, നാക്ക്, ത്വക്ക്. ഇതിലും ഉയർന്ന തലത്തിലുള്ള 19ാമത്തെ ഉണ്മയായ ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കുവാൻ എല്ലാ ഭക്തന്മാർക്കും സാധിക്കട്ടെ. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് അയ്യനെ കാണാൻ ഞങ്ങൾ യാത്രയായി. തത്വമസി എന്ന സംസ്കൃത പദം പരാമർശിക്കപ്പെടുന്നത് സാമവേദത്തിലാണത്രേ. പദത്തിനർത്ഥം പറയുന്നത് ഇത് 3 വാക്കുകളുടെ സംയോജനമാണെന്നും, അതായത് തത് എന്നാൽ അത്, ത്വം എന്നാൽ നീ, അസി എന്നാൽ ആകുന്നു. അതായത് തത്വമസി എന്നാൽ അത് നീ തന്നെ ആകുന്നു എന്നർത്ഥം. ശബരിമല സന്ദർശിച്ചവർക്കും പടത്തിൽ കൂടിയെങ്കിലും കണ്ടിട്ടുള്ളവർക്കും അവിടെ ക്ഷേത്രത്തിന് മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വാക്ക് മറക്കാൻ സാധിക്കില്ല. ഇനി ഇത് അവിടെ എഴുതി വെച്ചത് വഴി നാം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കിയാൽ ആ പരമാർത്ഥം വ്യക്തമാകും. ഹേ അയ്യപ്പസ്വാമി, നന്ദിയുണ്ട് കേട്ടോ, ഫ്രൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗണപതി ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ. അപ്പോൾ നമുക്ക് നോക്കാം. 41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുദ്ര അണിഞ്ഞ് താൻ കാണാൻ പോകുന്ന ഭഗവാന്റെ ഒരംശമായി ആ നാമം സ്വീകരിച്ച് കറുപ്പ് മുടുത്ത് കല്ലും മുള്ളും ചവിട്ടി ഇരുമുടിയും എടുത്ത് കാതങ്ങൾക്ക് അകലെ നിന്ന് കാൽനടയായി എത്തി ഒടുവിൽ ആ 18 പടികൾ കയറി ഭഗവാനെ അന്വേഷിച്ച ക്ഷേത്രത്തിലേക്ക് നോക്കുന്ന ഭക്തൻ അവിടെ നേരിട്ട് ദൈവത്തെ കാണുന്നില്ല, പകരം തത്വമസി എന്ന ഈ വാക്ക് മാത്രം കാണുന്നു. അതെ, ഇതെല്ലാം ചെയ്ത് ദൈവത്തെ അന്വേഷിച്ച് തളർന്ന ഭക്തനോട് ശബരിമല പറയുന്നു, തത്വമസി, അതെ അത് നീ തന്നെയാണ് എന്ന് വ്രതമെടുക്കുമ്പോൾ തന്നെ മുദ്ര നൽകുകയും ഭഗവാന്റെ നാമം നൽകി അവനെ സ്വാമി എന്ന് വിളിക്കുകയും ചെയ്തു. ഒടുവിൽ പരമമായ ആ സത്യം അവനെ ശബരിമല പഠിപ്പിക്കുന്നു. അതായത് നീ അന്വേഷിച്ച് നടക്കുന്ന ആ ദൈവം നീ തന്നെ എന്ന്. ലോകത്തിൽ അനേകായിരം മതങ്ങളും ദൈവങ്ങളും ഉണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശബരിമല മാറുന്നതും ഇവിടെയാണ്. തന്നെ കാണാൻ വരുന്ന ഭക്തന് സ്വന്തം നാമം നൽകുന്ന ഒരു വിശ്വാസവും വേറെയില്ല. ദൈവത്തെ അന്വേഷിച്ച് തളർന്ന ഭക്തന് ഇതിലും നല്ല ഒരു പാഠം നൽകാനുമില്ല. നീ തന്നെയാണ് ദൈവം എന്ന് ദൈവത്തിൽ നിന്നും നീ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർക്കായി ചെയ്യേണ്ട കടമ നിന്നിൽ തന്നെ നിക്ഷിപ്തമാണെന്നും സ്വാമി അയ്യപ്പൻ പറഞ്ഞു തരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ദൈവത്തെ അന്വേഷിച്ച് അലഞ്ഞ് ജന്മം പാഴാക്കാതെ സ്വന്തം കടമ നിർവഹിച്ച് പരോപകാരകരമായി തന്നാൽ ആവുന്നത് ചെയ്ത് ജീവിച്ചാൽ നന്ന് എന്ന് ചുരുക്കം. മാലയിട്ട ഭക്തനും മലയിലെ ദൈവവും ഒന്നാണെന്ന പരമമായ സത്യം തത്വമസി. നന്ദി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തുടങ്ങിയ മലകയറ്റം ഞായറാഴ്ച രാവിലെ 6 മണി കഴിഞ്ഞിട്ടും അവസാനിക്കുന്നില്ല. അവസാനം ഞങ്ങൾ നടപ്പന്തലിലേക്ക് അടുക്കുകയായി. സ്വാമിയേ ശരണമയ്യപ്പ.
നോക്കണ്ട ഉണ്ണിയെ, ഞങ്ങൾ ഗ്ലൂക്കോസ് മാത്രമേ തിന്നുള്ളൂ. പൊന്നും 18-ാം പടി അങ്ങ് അകലെ. സ്വാമിയേ ശരണമയ്യപ്പ. പതിനെട്ട് പടികളും ചവിട്ടി അയ്യനെ കണ്ടു വണങ്ങുവാൻ ഞങ്ങളിതാ ഒരുക്കമായി. സ്വാമിയേ ശരണമയ്യപ്പ. ഈ കാണുന്നതാണ് അയ്യപ്പ സന്നിധി. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യനെ വണങ്ങി പുറകിലുള്ള ഗണപതിയെയും മറ്റു ദേവതമാരെയും വണങ്ങി ഇരുമുടിക്കെട്ടിലെ നെയ്ത്തേങ്ങ അഴിച്ച് മറ്റ് അവലും മലരും കൊണ്ട് മാളികപ്പുറത്തമ്മയെയും മറ്റ് ദേവതമാരെയും ദർശിച്ച് അവർക്ക് അവലും മലരുമെല്ലാം സമർപ്പിച്ച് മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടി ഞങ്ങൾ 18-ാം പടിയിൽ ഒരു തേങ്ങ എറിഞ്ഞ് നെയ്ത്തേങ്ങയുടെ പാതി ആഴിയിലേക്ക് എറിഞ്ഞ് പ്രസാദവും വാങ്ങി മടങ്ങി. പൊന്നയ്യപ്പൻ്റെ പുണ്യപ്പടി ഒന്നും കൂടെ നോക്കി നിന്ന ശേഷം ഞങ്ങൾ യാത്രയാവുകയാണ്. അയ്യപ്പസ്വാമിയുടെ ജനന ചരിത്രം നോക്കിയാൽ ഭാഗവതം പറയുന്നത് പ്രകാരം ഹരിയുടെയും ഹരൻ്റെയും പുത്രനായ ആണ് അയ്യപ്പൻ ജനിച്ചത്. അതിലൊരു ചരിത്ര കഥയുണ്ട്, എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാനൊരിക്കൽ കൂടി പ്രതിപാദിക്കാം. പാലാഴി മദന സമയത്ത് ഭഗവാൻ വിഷ്ണു മോഹിനി രൂപം എടുത്ത് അമൃത് നൽകുവാനായി രൂപമെടുത്ത മോഹിനി രൂപത്തിൽ ആകൃഷ്ടനായ ശിവനിൽ ജനിച്ച കുഞ്ഞാണ് ശാസ്താവായ അയ്യപ്പൻ, കലിയുഗവരദനായ അയ്യപ്പൻ. സ്വാമി അയ്യപ്പൻ റോഡിൽ ഞങ്ങൾ മടങ്ങി വരുമ്പോൾ വാലില് നീളമുള്ള ഒരു തരം കുരങ്ങന്മാരെയും പലതരം പക്ഷിമൃഗാദികളെയും കാണാനിടയായി. രസകരമായ റോഡാണ് സ്വാമി അയ്യപ്പൻ റോഡ്. കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് കാനനപാതയിലൂടെ ഞങ്ങൾ മടങ്ങുന്നു. മടങ്ങുന്ന വഴി മരക്കൂട്ടത്ത് വെച്ചാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. കഞ്ഞിയും കപ്പയും പയറും. തലേന്നാൾ രാത്രി ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ഈ റോഡിലൂടെ മടങ്ങി വരുമ്പോൾ ഒരേ ശല്യമായിട്ട് തോന്നുന്നത് ഈ ടോളി 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 ഇടയ്ക്കിടയ്ക്ക് ടോളി ടോളി എന്ന് പറഞ്ഞു വരുന്നതാണ്. ബോറാണ്. പക്ഷേ നടക്കാൻ കഴിയാത്തവർക്കും പ്രായമായവർക്കും അതൊരു ഉപകാരമാണ്. നേരായ മാർഗമല്ലാതെ കാട്ടിലെ കുറുക്ക് വഴിയിലൂടെയും ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില സ്വാമിമാർക്ക് ഇടവഴിയിലൂടെ വരാൻ ഇഷ്ടമാണ്. സാഹസമാണ് ഇതിലൂടെയുള്ള യാത്ര. എന്നാലും മരവള്ളികളിൽ തൂങ്ങിയും ചാടിയും വഴുക്കിയും ഉള്ള യാത്ര രസമാണ്. ഈ യാത്ര നേരെ പമ്പയിലോട്ടാണ്. പമ്പ സ്നാനവും കഴിഞ്ഞ് മടങ്ങണം. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. പമ്പയിൽ തന്നെ അടുത്ത അയ്യനെ കാണാനുള്ള ക്യൂ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.
സ്വാമിയേ ശരണമയ്യപ്പ. ഈ സ്വാമിമാരിനി എപ്പോഴാണ് അയ്യനെ ദർശിക്കാൻ പോകുന്നത്? പുണ്യ പമ്പാ നദിയിലെ സ്നാനവും കഴിഞ്ഞ് ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയായി. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം. KSRTC സ്റ്റാൻഡിൽ നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സിൽ കയറി പത്തനംതിട്ട ഇറങ്ങാനുള്ള ടിക്കറ്റും എടുത്ത് ഞങ്ങൾ യാത്രയായി. കാനനപാതയിലൂടെയുള്ള KSRTC ബസ്സിലെ യാത്ര ക്ഷീണിതനായി അയ്യപ്പസ്വാമിമാരുടെ എല്ലാവരും ഉറക്കത്തിലേക്ക് ആനയിക്കാനുള്ള യാത്രയാണിത്. ഞാനും ഉറക്കത്തിലേക്ക് പതിയെ വഴുതി പോയിരുന്നു. കാടിൻ്റെ ഭംഗിയും കണ്ട് കാനനപാതയിലൂടെ അയ്യൻ്റെ നാട്ടിൽ നിന്ന് മടങ്ങിക്കൊണ്ടിരിക്കുന്നു ആനവണ്ടിയിൽ. KSRTC മാത്രം ആലോചിച്ച് ചെയ്യുന്നത് കൊണ്ട് റോഡ് വിജനമാണ്. പിന്നെയാണ് മനസ്സിലായത് നിലയ്ക്കലിൽ അവർ എല്ലാം തടഞ്ഞു വച്ചിരിക്കുകയാണെന്ന്. ഇതെൻ്റെ 20ാമത്തെ അയ്യപ്പ ദർശനം കഴിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ്. നിലയ്ക്കലിലേക്ക് വണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലയ്ക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തേക്കുള്ള പടിയാണ് ഈ കാണുന്നത്. നിലയ്ക്കൽ കഴിഞ്ഞ് നമ്മുടെ KSRTC ആനവണ്ടി യാത്രയാവുകയാണ്. സ്വന്തം വണ്ടി കൊണ്ടുവരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരും നിലയ്ക്കലിലാണ് പാർക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്ന് KSRTC ബസ് കയറി വേണം പമ്പയിലേക്ക് പോകാൻ. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. നിലയ്ക്കൽ പാർക്കിങ്ങിലേക്ക് ബസ്സോ വാഹനങ്ങളോ ഒന്നും കടത്തിവിടുന്നില്ല. ഏകദേശം 3 കിലോമീറ്ററോളം ദൂരം വാഹനങ്ങൾ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ്. അയ്യപ്പ ഭക്തന്മാർ റോഡിൽ ഇങ്ങനെ കയറി ഇരിക്കുന്നു. തിരിച്ച് ബാംഗ്ലൂരിലേക്ക് മടങ്ങുവാനായി ആദ്യം കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ട്രെയിനായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. സമയദൈർഘ്യം കൂടിയതിൽ കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് വേറൊരു ബസ് ബുക്ക് ചെയ്തു പത്തനംതിട്ടയിൽ നിന്ന്. അപ്പോൾ പത്തനംതിട്ടയിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനേ ശരണമയ്യപ്പ പൊന്നമ്പലവാസനേ ശരണമയ്യപ്പ എൻ ഗുരുനാഥനേ ശരണമയ്യപ്പ പൊന്നും 18 പടിക്കുരിയ നാഥനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ വില്ലാളി വീരനേ ശരണമയ്യപ്പ വീരമണികണ്ഠനേ ശരണമയ്യപ്പ മാളികപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എൻ ഗുരുനാഥനേ ശരണമയ്യപ്പ എൻ ഗുരുനാഥനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഓം സ്വാമിയേ ശരണമയ്യപ്പ അറിവില്ല വൈദ്യങ്ങളാണ് തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് കാത്തുരക്ഷിക്കാം. ഓം ശ്രീ ഹരിഹര സോനാനന്ദനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ